ദേശീയ അടിസ്ഥാനത്തിൽ നമുക്കറിയാൻ വേണ്ടി സാധിക്കും, ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തെയും ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷതയെയും തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടിരിക്കുന്ന വെറുപ്പിന്റെയും വർഗീയതയുടെയും വിദ്വേഷത്തിന്റെയും രാഷ്ട്രീയത്തെ തലച്ചോറിൽ വമിക്കുന്ന ഒരു കൂട്ടർ നമ്മുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അധികാരത്തിന്റെയും ജനാധിപത്യത്തിന്റെയും സിംഹാസനത്തിൽ വർഗീയതയുടെ കുറുനരികൾ പേക്കൂത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ഇന്ത്യൻ മതനിരപേക്ഷതയുടെ നീലാകാശത്ത് വർഗീയതയുടെ കരിമ്പുക പടർന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പ്രിയപ്പെട്ടവരെ, ജനാധിപത്യത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഉജ്ജ്വലമായിട്ടുള്ള പോരാട്ടം ഈ രാജ്യത്തിന്റെ തെരുവിൽ അരങ്ങേറാൻ വേണ്ടി പോവുകയാണ്. അതിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് രാജ്യത്തിന്റെ തലസ്ഥാന നഗരിയിൽ ഇന്ത്യയിലെ യുവാക്കൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമാനതകളില്ലാത്ത ഉജ്ജ്വലമായിട്ടുള്ള പോരാട്ടം. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം 2029 RSS ഈ രാജ്യത്തൊരു പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി പോവുകയാണ്. അതിന്റെ പേരാണ് വൺ നേഷൻ വൺ ഇലക്ഷൻ. ഈ രാജ്യം ഈ തരത്തിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ 2029 നാം ഒരു തെരഞ്ഞെടുപ്പിനെ അഭിസംബോധന ചെയ്യേണ്ടി വരും. പഞ്ചായത്തിലേക്കും നഗരസഭയിലേക്കും നിയമസഭയിലേക്കും ലോകസഭയിലേക്കും ഒരേ ദിവസം വോട്ട് ചെയ്യുന്ന വൺ നേഷൻ വൺ ഇലക്ഷൻ എന്ന പദ്ധതി നമ്മുടെ രാജ്യത്തിന്റെ പാർലമെന്റിൽ നടപ്പിലാക്കാൻ വേണ്ടി പോവുകയാണ് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന RSSന്റെയും സംഘപരിവാരത്തിന്റെയും സർക്കാർ. അതിനു മുമ്പായി നമ്മുടെ രാജ്യത്തെ എല്ലാ മണ്ഡലങ്ങളിലും ജനസംഖ്യാ നിർണയം നടത്തി പ്രിയപ്പെട്ടവരെ മണ്ഡല പുനർനിർണയം നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. സെൻസസ് എടുക്കുന്ന ആളുകൾ വീട്ടിലേക്ക് വരുന്നുണ്ട്, ജനസംഖ്യ എടുക്കുന്നുണ്ട്. ഈ ജനസംഖ്യ എടുപ്പിന് ശേഷം പ്രിയപ്പെട്ടവരെ പാർലമെന്റിൽ തൃണമൂലിനെ പിളർത്തി അവരുടെ കൂടെ MP-മാരെ തങ്ങളുടെ ഒപ്പം നിർത്തി പാർലമെന്റിൽ 2/3 ഭൂരിപക്ഷം വാങ്ങിച്ച് പാർലമെന്റിൽ ഈ നിയമം പാസ്സാക്കാൻ വേണ്ടി പോവുകയാണ്. എന്തിനാണ് ആ നിയമം പാസ്സാക്കുന്നത്? ഇനിയും ദീർഘകാലം ഈ രാജ്യത്തിന്റെ ഭരണസിംഹാസനത്തിൽ RSSന് ഇരിക്കണം. ഇനിയും ഈ രാജ്യത്ത് RSSന് ഭരണം നടത്തണം. RSS തർക്കവിതർക്കമില്ലാതെ പ്രഖ്യാപിച്ചിരിക്കുന്നു, ഞങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ രൂപീകരണത്തിന്റെ ലക്ഷ്യം ഞങ്ങൾ ഈ രാജ്യത്ത് നടപ്പിലാക്കും. 2025 കടന്നുപോയത്. നമുക്കറിയാം RSSന്റെ രൂപീകരണത്തിന്റെ 1 നൂറ്റാണ്ട് പിന്നിട്ടിരിക്കുകയാണ്. RSS രൂപീകരണത്തിന്റെ 1 നൂറ്റാണ്ട് കഴിഞ്ഞ വർഷം ഈ രാജ്യത്തെ RSSകാർ വളരെ വിപുലമായിട്ടാണ് ആചരിച്ചത്. 1925 രൂപീകരിച്ച RSS 2025 RSSന്റെ രൂപീകരണത്തിന്റെ 100ാം വാർഷികം ആഘോഷിച്ചു. മലപ്പുറം ജില്ലയിലെ നഗരഗ്രാമങ്ങളിൽ, കേരളത്തിന്റെ തെരുവോരങ്ങളിൽ, ഇന്ത്യയുടെ നഗരവീഥികളിൽ RSS അവരുടെ രൂപീകരണത്തിന്റെ 100ാം വാർഷികം അവരുടെ ആയിരക്കണക്കിന് പ്രവർത്തകരുടെ കയ്യിൽ കുറുവടിയും ദണ്ഡയും കൊടുത്ത് ഈ രാജ്യത്തിന്റെ നഗരത്തിലുടനീളം RSSന്റെ പദസഞ്ചലനം നടത്തി. പ്രിയപ്പെട്ടവരെ, RSS കഴിഞ്ഞ വർഷം നടത്തിയ ഏറ്റവും വലിയ 2 പദസഞ്ചലനങ്ങൾ നടന്നത് ഒന്ന് രാജ്യ തലസ്ഥാനമായ ഡൽഹിയിലും ഒന്ന് RSSന്റെ ആസ്ഥാന കേന്ദ്രമായ മഹാരാഷ്ട്രയിലെ നാഗപൂരിലുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, RSSന്റെ രൂപീകരണത്തിന്റെ 100ാം വാർഷിക വേളയിൽ, അതായത് 1 നൂറ്റാണ്ട് തികഞ്ഞ വേളയിൽ 2025 RSS രാജ്യത്ത് നടത്തിയ ഏറ്റവും വലിയ 2 പൊതുയോഗങ്ങൾ നടത്തിയത്, ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ഡൽഹിയിലും, രണ്ടാമത്തേത് നടന്നത് മഹാരാഷ്ട്രയിലെ നാഗപൂരിലുമാണ്. മഹാരാഷ്ട്രയിലെ നാഗപൂരിൽ RSS പ്രവർത്തകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചത് രാഷ്ട്രീയ സ്വയം സേവക് സംഘിന്റെ അഖിലേന്ത്യാ സർസംഘചാലകായിട്ടുള്ള ശ്രീമാൻ മോഹൻ ഭഗവത് ആയിരുന്നു. ഡൽഹിയിൽ വെച്ച് സംഘടിപ്പിച്ച RSSന്റെ 2ാമത്തെ പൊതുയോഗത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് സംസാരിച്ചത് RSSന്റെ അഖിലേന്ത്യാ സഹസർ സംഘചാലകായിട്ടുള്ള ശ്രീമാൻ ദത്താത്രേയ ഹൊസബലയായിരുന്നു. ഈ 2 പേരും നടത്തിയത് ഒരേ പ്രസംഗമായിരുന്നു. ഈ 2 പേരും നടത്തിയത്
ഒരേ പ്രസംഗമായിരുന്നു, ഒരേ പ്രഭാഷണമായിരുന്നു. പ്രസംഗത്തിൽ ഉപയോഗിച്ചത് ഒരേ വരികളായിരുന്നു. മോഹൻ ഭഗവത് പ്രസംഗിച്ചു, പ്രിയപ്പെട്ട RSS പ്രവർത്തകരെ, നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും അഭിമാനകരമായ നിമിഷത്തിലാണ് നാം എത്തി നിൽക്കുന്നത്. നമ്മുടെ പ്രസ്ഥാനം രൂപീകരിച്ച് 1 നൂറ്റാണ്ട് പിന്നിട്ടിരിക്കുകയാണ്. നമ്മുടെ പ്രസ്ഥാനം രൂപീകരിച്ച് 100 കൊല്ലം പിന്നിട്ടിരിക്കുകയാണ്. ഈ വാർഷിക വേളയിൽ നിങ്ങളെ എല്ലാവരെയും സാക്ഷി നിർത്തി RSSന്റെ സർസംഘചാലകായിട്ടുള്ള ഞാൻ പ്രഖ്യാപിക്കുന്നു, ഈ 100ാം വാർഷിക വേളയിൽ നാം ഈ രാജ്യത്തെ നമ്മുടെ പൂർവസൂരികൾ ആഗ്രഹിച്ചതുപോലെ ഒരു ഹിന്ദുത്വ രാഷ്ട്രമാക്കി നാം ഈ രാജ്യത്തെ പുതുക്കി പണിയും. ഹിന്ദു രാഷ്ട്രമാക്കി പുതുക്കി പണിയുമെന്നല്ല പ്രസംഗിച്ചത്. മോഹൻ ഭഗവത് വളരെ കുബുദ്ധിയുള്ള RSSന്റെ ഇന്ത്യയിലെ ഏറ്റവും സമുന്നതനായ നേതാവാണ്. C കാറ്റഗറിയുള്ള RSSന്റെ ഇന്ത്യയിലെ ഏറ്റവും വലിയ നേതാവാണ്. മോഹൻ ഭഗവത് പ്രസംഗിച്ചത് നമ്മുടെ പ്രസ്ഥാനത്തിന്റെ 100ാം വാർഷിക വേളയിൽ നമ്മുടെ പൂർവസൂരികളായ നേതാക്കൾ സ്വപ്നം കണ്ട ഒരു രാജ്യത്തെ നാം പുതുക്കി പണിയും. ആരാണ് അവരുടെ പൂർവസൂരികളായ നേതാക്കൾ? മോഹൻ ഭഗവത് ആ പ്രസംഗത്തിൽ പ്രധാനമായും അവരുടെ പൂർവസൂരികളായ നേതാക്കളെ അനുസ്മരിക്കുകയുണ്ടായി. അതിൽ ഡോക്ടർ കേശവ ബലിറാം ഹെഡ്ഗേവാർ ഉണ്ടായിരുന്നു, അതിൽ മാധവ സദാശിവ ഗോൾവാൾക്കർ ഉണ്ടായിരുന്നു, അതിൽ വിനായക് ദാമോദ് സവർക്കർ ഉണ്ടായിരുന്നു, അതിൽ VS മുഞ്ചൈ ഉണ്ടായിരുന്നു. ഈ 4 പേരുകളും പറഞ്ഞുകൊണ്ട് മോഹൻ ഭഗവത് പറഞ്ഞു, നമ്മുടെ പൂർവസൂരികളായ ഈ 4 നേതാക്കളും സ്വപ്നം കണ്ട ഒരു ഇന്ത്യ ഈ രാജ്യത്ത് ഞങ്ങൾ നടപ്പിലാക്കും. മോഹൻ ഭഗവത് പറയാതെ പറഞ്ഞു വെച്ച 5ാമത്തെ ഒരു പേരുണ്ടായിരുന്നു. അയാളുടെ പേര് ഈ രാജ്യത്തിന് സുപരിചിതമാണ്. അയാളുടെ പേരാണ് ഗോഡ്സെ. അയാളുടെ പേരാണ് നാഥുറാം വിനായക ഗോഡ്സെ. നാഥുറാം വിനായക ഗോഡ്സെയുടെ പേര് പറയാതെ പറഞ്ഞു വെച്ചുകൊണ്ട് RSSന്റെ അഖിലേന്ത്യാ സർസംഘചാലക് പ്രസംഗിച്ചു. ഗോഡ്സെയും മാധവ സദാശിവ ഗോൾവാൾക്കറുമെല്ലാം സ്വപ്നം കണ്ട ഒരു ഇന്ത്യയെ ഈ രാജ്യത്ത് ഞങ്ങൾ പുതുക്കി പണിയും. പ്രിയപ്പെട്ടവരെ, എന്താണ് RSSന്റെ സ്വപ്നം? നമുക്കെല്ലാവർക്കും അറിയാം. 1948 ജനുവരി മാസം 30-ാം തീയതിയാണ് ഈ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവായിട്ടുള്ള ഗാന്ധിജിയെ RSSകാരനായിട്ടുള്ള ഗോഡ്സെ വെടിവെച്ച് കൊലപ്പെടുത്തുന്നത്. ഇന്നിപ്പോ രാജ്യത്തിന്റെ തലസ്ഥാന നഗരിയിൽ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന് പറഞ്ഞ് സമരം ചെയ്യുന്ന 10,000-കണക്കിന് വരുന്ന കുട്ടികൾക്ക് RSS അടിച്ചു കൊടുത്തിരിക്കുന്ന ഒരു ലേബൽ ഉണ്ട്. ആ ലേബൽ എന്ന് പറയുന്നത് ഇവർ രാജ്യദ്രോഹികളാണ്, ദേശവിരുദ്ധരാണ്. ഇങ്ങനെയൊരു ലേബലാണ് RSS അടിച്ചു കൊടുത്തിരിക്കുന്നത്. ആരാണ് രാജ്യം കണ്ട ഏറ്റവും വലിയ രാജ്യദ്രോഹികൾ? ആരാണ് രാജ്യം കണ്ട ഏറ്റവും വലിയ ദേശവിരുദ്ധർ? സംശയമേതുമില്ലാതെ നമുക്ക് പറയാം, 1948 നമ്മുടെ രാജ്യത്തിന് ജന്മം നൽകിയ, നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യലബ്ധിയിലേക്ക് ആനയിച്ച ഈ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിജിയെ വെടിവെച്ചു കൊന്നു നാഥുറാം വിനായക ഗോഡ്സെയുടെ നേതൃത്വത്തിലുള്ള സംഘം. പ്രിയപ്പെട്ടവരെ, നാഥുറാം വിനായക ഗോഡ്സെയെ തൂക്കിക്കൊല്ലാൻ വേണ്ടി തീരുമാനിച്ചു ഇന്ത്യ ഗവൺമെന്റ്. അന്ന് ഹരിയാനയിലെ അംബാല ജയിലിൽ വെച്ച് പുതിയ കാലഘട്ടത്തിലെ കുട്ടികൾക്ക് പഠിക്കാൻ സാധ്യമാകണമെന്നില്ല. ഞങ്ങളെല്ലാം പഠിച്ച ചരിത്ര പാഠപുസ്തകത്തിൽ, ഹിസ്റ്ററി പാഠപുസ്തകത്തിൽ, സോഷ്യൽ സയൻസിൽ, പൊളിറ്റിക്കൽ സയൻസിൽ ഞങ്ങളുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ഞങ്ങൾ പഠിച്ചു 1948 ജനുവരി മാസം 30-ാം തീയതി വൈകിട്ട് 4:15 ഡൽഹിയുടെ ബിർള മന്ദിരത്തിന്റെ പുൽത്തകിടിയിലേക്ക് മന്ദം നടന്നു നീങ്ങിയിരുന്ന രാഷ്ട്രപിതാവിനെ RSSകാരനായ നാഥുറാം വിനായക ഗോഡ്സെ വെടിവെച്ചു കൊന്നു എന്ന് പാഠപുസ്തകത്തിൽ RSS എന്നില്ല. എങ്കിലും നാഥുറാം വിനായക ഗോഡ്സെയുടെ ചരിത്രം അറിയുന്നവർക്കറിയാം, കറകളഞ്ഞ RSSകാരൻ വെടിവെച്ചു കൊല്ലുന്നതിന് മുമ്പ് ബിർള മന്ദിരത്തിന്റെ കിലോമീറ്ററുകൾക്കപ്പുറമുള്ള സവർക്കറുടെ വീട്ടിൽ പോയി ആ പാദത്തിൽ തൊട്ടനുഗ്രഹം വാങ്ങിച്ചിട്ടാണ്
ഇറ്റാലിയൻ നിർമ്മിത ബരേറ്റ റൈഫിൾ അരയിൽ തിരുകിക്കൊണ്ട് സവർക്കർജിയുടെ അനുഗ്രഹാശിസുകളോടെ ബിർള മന്ദിരത്തിലേക്ക് കടന്നു ചെന്ന നാഥൂറാം വിനായക ഗോഡ്സെ ഗാന്ധിജിയെ വെടിവെച്ചു കൊല്ലുന്നത്. ആ കേസിൽ 2 പേരെയാണ് ഇന്ത്യ ഗവൺമെന്റ് തൂക്കിക്കൊന്നത്. അതിലാദ്യത്തെയാളുടെ പേരാണ് നാഥൂറാം ഗോഡ്സെ, രണ്ടാമത്തെയാളുടെ പേരാണ് നാരായൺ ആപ്തെ. 2 പേരെയും തൂക്കിക്കൊന്ന ജയിൽ ഹരിയാനയിലെ അംബാല ജയില്. അംബാല ജയിലിൽ തൂക്കുമരത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ RSSകാരനായ നാഥൂറാം ഗോഡ്സെയോട് ചോദിച്ചത്രേ, മിസ്റ്റർ ഗോഡ്സെ, എന്താണ് നിങ്ങളുടെ അവസാനത്തെ ആഗ്രഹം? നമുക്കറിയാം, നിരവധിയാർന്ന ചരിത്ര പ്രസിദ്ധമായ കോടതി പ്രസംഗങ്ങൾ കേട്ടവരും പഠിച്ചവരുമാണ് നാം. ലോക ചരിത്രത്തിലെ ഉജ്ജ്വലമായിട്ടുള്ള ജയിൽ അനുഭവങ്ങളെ കുറിച്ചും ജയിൽ പ്രസംഗങ്ങളെ കുറിച്ചും തൂക്കുമരങ്ങളിലെ പ്രസംഗങ്ങളെ കുറിച്ചും പഠിച്ചവരാണ് നാം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ കുപ്രസിദ്ധമാക്കപ്പെട്ട ഒരു തൂക്കുമരത്തിലെ പ്രസംഗം നടത്തി ഗോഡ്സെ. ആ പ്രസംഗത്തിൽ ഗോഡ്സെ പറയുന്നുണ്ട്, ഞങ്ങളുടെ അവസാനത്തെ ആഗ്രഹം, ഞങ്ങൾ തൂക്കുമരത്തെ ഭയപ്പെടുന്നില്ല. ഞങ്ങളുടെ അവസാനത്തെ ആഗ്രഹം, ഞങ്ങളെ തൂക്കിക്കൊന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഞങ്ങളുടെ ശവശരീരം ജയിൽ വളപ്പിൽ വെച്ച് കത്തിക്കാൻ വേണ്ടി പാടില്ല. ഞങ്ങളുടെ ശരീരം ഏറ്റുവാങ്ങിക്കാൻ ജയിലിന് പുറത്ത് RSS പ്രവർത്തകരുണ്ടായിരിക്കും. ഞങ്ങളുടെ ശവശരീരം അവരുടെ കൈകളിലേക്ക് കൊടുക്കണം. എന്നിട്ട് പറയണം, ഞങ്ങളുടെ ശരീരം അഗ്നിക്കിരയാക്കി ഞങ്ങളുടെ ചിതയിൽ നിന്നും ഒരംശം ഒരു കുടത്തിലെടുത്ത് സൂക്ഷിക്കണം. ആ കുടത്തിൽ സൂക്ഷിക്കുന്ന ചിതാഭസ്മം ഒരു കെടാവിളക്കിന്റെ മുന്നിൽ കാത്തു സംരക്ഷിക്കണം. എന്നാണോ ഈ രാജ്യം ഇന്ത്യ? ജനാധിപത്യത്തെ, മതനിരപേക്ഷതയെ പുറങ്കാലുകൊണ്ട് ചവിട്ടി ഇന്ത്യയുടെ ഭരണഘടനയിൽ ജനാധിപത്യവും മതനിരപേക്ഷതയുമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ എന്നാണോ ഈ രാജ്യം ഒരു ഹിന്ദുത്വ രാജ്യമാകുന്നത്? അന്നേ ദിവസം എന്റെ ചിതാഭസ്മം നിങ്ങൾ രാജ്യത്തെ ഏതെങ്കിലും പുണ്യനദിയിൽ കൊണ്ടുപോയി ഒഴുക്കുക. പ്രിയപ്പെട്ടവരെ, 2026 കമ്മ്യൂണിസ്റ്റുകാരെ രാജ്യസ്നേഹം പഠിപ്പിക്കുന്നവരാണ് നമ്മുടെ നാട്ടിലെ RSS. ഡൽഹിയിൽ സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന 10,000കണക്കിന് വരുന്ന ചെറുപ്പക്കാരെ രാജ്യസ്നേഹം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നവരാണ് നമ്മുടെ നാട്ടിലെ RSS. പ്രിയപ്പെട്ടവരെ, RSS ഇപ്പോഴും മഹാരാഷ്ട്രയിലെ ശനിവാർപൂരിലെ ഒരടഞ്ഞ വീട്ടിൽ നാഥൂറാം വിനായക ഗോഡ്സെയുടെ ചിതാഭസ്മം ഈ രാജ്യം എന്നാണോ ഇന്ത്യയുടെ ഭരണഘടനയെ നിരാകരിച്ച് ഈ രാജ്യം എന്നാണോ ഒരു ഹിന്ദുത്വ രാജ്യമായി മാറുന്നത്, അന്നേ ദിവസം RSSകാർ സ്വപ്നം കണ്ടിരിക്കുന്നു. മഹാരാഷ്ട്രയിലെ നാഗപ്പൂരിൽ, ഡൽഹിയിലെ RSSന്റെ ആസ്ഥാന കേന്ദ്രമായ കേശവകുഞ്ചിൽ RSS നേതാക്കൾ സ്വപ്നം കണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, 2029 1 നേഷൻ 1 ഇലക്ഷൻ പ്രഖ്യാപിച്ച് ഈ രാജ്യത്തെ RSSന്റെ ഭരണഘടനയുടെ കീഴിലേക്ക് കൊണ്ടുവരുന്ന ഒരു സുദിനത്തിൽ RSSകാരൻ ഗോഡ്സെയുടെ ചിതാഭസ്മം ഇന്ത്യയിലെ ഏതെങ്കിലും പുണ്യനദിയിൽ ഒഴുക്കാൻ സ്വപ്നം കണ്ടിരിക്കുകയാണ്. വിനയ പുരസ്സരം ഞങ്ങൾക്ക് രാജ്യത്തെ കമ്മ്യൂണിസ്റ്റുകാർക്ക് VSന്റെ ഉജ്ജ്വലമായിട്ടുള്ള ഓർമ്മകൾ തലക്കുമുകളിൽ ഉജ്ജ്വലമായ പ്രതീകമായി കത്തിജ്വലിച്ചു നിൽക്കുന്ന 1ാം അനുസ്മരണ വേളയിൽ രാജ്യം കണ്ട ഏറ്റവും വലിയ രാജ്യദ്രോഹികളുടെ സംഘടനയായ RSSകാരോട് ഈ രാജ്യത്തെ കമ്മ്യൂണിസ്റ്റുകാർക്ക് പ്രഖ്യാപിക്കാനുള്ളത്, ഗോഡ്സെയുടെ ചിതാഭസ്മം നാഗപ്പൂരിലെ അടഞ്ഞുകിടക്കുന്ന ആ വീട്ടിൽ ചിതലരിച്ചു പോവുകയല്ലാതെ VSന്റെ പ്രസ്ഥാനം ഇന്ത്യ മഹാരാജ്യത്ത് പ്രവർത്തിക്കുന്ന കാലത്തോളം, ഞങ്ങളുടെ സിരകളിൽ VSന്റെ ഓർമ്മകൾ തുടിക്കുന്ന കാലത്തോളം RSSന് മുന്നിൽ ഈ നാടിനെ തലകുനിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന പ്രഖ്യാപനമാണ് പ്രിയപ്പെട്ടവരെ സഖാവ് VSന്റെ 1ാം അനുസ്മരണ വേളയിൽ ഈ രാജ്യത്തെ കമ്മ്യൂണിസ്റ്റുകൾ പ്രഖ്യാപിക്കുന്നത്.
എത്ര മർദ്ദനങ്ങൾ, എത്ര ലാത്തികൾ, എത്ര ബയണറ്റുകൾ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാരെ വെല്ലുവിളിച്ച ചരിത്രം അങ്ങ് മീററ്റിൽ, കാൺപൂരിൽ, ലാഹോറിൽ, കയ്യൂരിൽ, കരിവള്ളൂരിൽ, കാവുമ്പായിൽ, മുനയംകുന്നിൽ, പാടിക്കുന്നിൽ, തെലങ്കാനയിൽ ധീരരായ മനുഷ്യർ പോരാട്ടത്തിലൂടെ പടുത്തുയർത്തിയ ഇന്ത്യ എന്ന ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തെ RSSകാരന്റെ ശാഖയിൽ കറക്കുന്ന കുറുവടിയാൽ അടിച്ചൊതുക്കാമെന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് ഈ രാജ്യത്തെ കുറിച്ച് ഒരു പുല്ലുമറിയില്ല എന്നാണ് രാജ്യത്തെ RSSനോട് ഞങ്ങൾക്ക് പ്രഖ്യാപിക്കാനുള്ളത്.